ഇല്ലെങ്കിൽ ഇനി ആക്സിഡന്റ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇവിടെ. മുമ്പൊരിക്കൽ ഒരാളെ ഇടിച്ചു വന്നുവിടാ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് നടക്കണം. അതുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡ് അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് മാറ്റി. എൻ്റെ പകുതി പേഷ്യൻസും വിളിച്ച് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, സാറേ ഇത് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. പഞ്ചായത്ത് വിചാരിച്ചാൽ മാത്രമേ സ്റ്റാൻഡ് മാറ്റാൻ പറ്റുള്ളൂ. നമസ്കാരം. ചിറയൻകീഴ് താൽക്കാലികമായിട്ടുള്ള ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഈ താൽക്കാലികമായുള്ള ബസ് സ്റ്റാൻഡ് വരുന്നതിൻ്റെ കാരണം ഏകദേശം 4 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ചിറയൻകീഴ് മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങിയായിരുന്നു. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഇതൊരു താൽക്കാലിക ബസ് സ്റ്റാൻഡാക്കി മാറ്റിയത്. പക്ഷേ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തിയായി, വാഹനങ്ങൾ പോയി തുടങ്ങി. പക്ഷേ എന്നിട്ടും ഈ ഒരു സ്റ്റാൻഡ് ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അതുമൂലം ശരിക്കും പറഞ്ഞാൽ ചിറയൻകീഴ് നഗരം ശ്വാസം മുട്ടുകയാണ്. അത്രത്തോളം ട്രാഫിക് കുരുക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ കടകളിലേക്ക് ആൾക്കാരൊക്കെ നമ്മളെ പോകുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ പാലം പണി പൂർത്തിയായിട്ട് ഇത് മാറാത്തത്? പാലപ്പടി മാറ്റാത്ത കാര്യം ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്. പഞ്ചായത്ത് വിചാരിച്ചാൽ മാത്രമേ സ്റ്റാൻഡ് മാറ്റാൻ പറ്റുള്ളൂ. റെയിൽവേക്കാർ പറഞ്ഞാൽ അവർ റെഡിയായിട്ട് ബസ് സ്റ്റാൻഡ് റെഡിയാക്കിയിട്ടേക്കാണ്. ബസ് അങ്ങ് പോകുന്നില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അവർ ഇറങ്ങി പറഞ്ഞാൽ മാത്രമേ ബസ് പോവുള്ളൂ. ഇപ്പോൾ ഇത് കാരണം ഈ ഏരിയയിലുള്ള ബിസിനസ് അത്രയും മുടങ്ങി കിടക്കുകയാണ്. കാര്യം ഒരു ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് വന്നാൽ പോകാൻ പറ്റുന്നില്ല. ഈ രാവിലെ വൈകുന്നേരം വലിയ ജംഗ്ഷൻ വരെ വണ്ടി ബ്ലോക്കാണ്. പിന്നെ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളാണ്. വണ്ടി അങ്ങോട്ട് ഇവിടെ കടയ്ക്കാപ്പുന്ന വണ്ടികളും ഈ ആറ്റും കൂടെ വണ്ടികളും തമ്മിൽ ക്രാഷാണ് എപ്പോഴായാലും ഇവിടെ. ഇപ്പോൾ മോളിൽ ഒരു സ്കാനിങ് സെൻ്റർ ഉണ്ട്. ഒരു രോഗി കൊണ്ടുവന്നാൽ റോഡിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. കാര്യം വണ്ടിയുടെ ഒരു പ്രൈവറ്റ് ബസ്സാറ് അവിടെ വീടിടാൻ സമ്മതിക്കുന്നില്ല. ഒരു വണ്ടി സമ്മതിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് മാറ്റിയാൽ ഈ ഏരിയയിലുള്ള ബിസിനസ്സുകാരും ആൾക്കാരും രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇനി ആക്സിഡൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇവിടെ. മുമ്പൊരിക്കൽ ഒരാളെ ഇടിച്ചു വന്നുവിടാ. ഒരു ബസ് കയറി ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് ഈ ജംഗ്ഷൻ ഇവിടെ വെച്ച്. അനധികൃതമായിട്ട് ആർക്കും ഒരു താല്പര്യമില്ല. വ്യാപാരികളായ ഞങ്ങളാണ് ഇത്രയും കൂടെ ഇറങ്ങി ബുദ്ധിമുട്ടി പാലം ഓപ്പൺ ചെയ്തത്. അത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ കുറേ സമരം ചെയ്താണ് ഈ പാലങ്ങൾ ഓപ്പിച്ചത്. ഇനിയും നമ്മൾ മിക്കവാറും ഇവിടെ നിരാഹാരം കിടക്കേണ്ടി വരും ഈ സ്റ്റാൻഡ് മാറ്റുന്നതിന് വേണ്ടി. ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടൊരു വലിയ സ്റ്റാൻഡിനുള്ള സ്ഥലം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബസ്സുകാർക്ക് അനുഗ്രഹമാണ്. കാരണം അവർക്ക് ഇതാ വിധം ബസ് തിരിക്കാൻ. പക്ഷേ എന്തുകൊണ്ടവർ പോകുന്നില്ല? അല്ല, ആക്ച്വലി ഇതിനകത്ത് ഞങ്ങൾ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറിയും ചിറയൻകീഴ് യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റുമാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ കുറേ പേരുടെ ചിരകാല അഭിലാഷമാണ് ഈ പാലം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് കിട്ടുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ സമരമുറയിലൂടെയാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം പോലും ഇവിടെ നമുക്കിവിടെ നിർവഹിക്കപ്പെട്ടത്. അതിനുശേഷം നമ്മൾ വ്യാപാരികൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കുമല്ലോ ഈ ഇവിടങ്ങളിലുള്ള താൽക്കാലിക ബസ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നമ്മുടെ പഴയ സ്ഥലത്തോട്ട് പോകണമെന്നുള്ളത്. അതിന് അവിടെ എല്ലാ കാര്യങ്ങളും മറ്റേ റെയിൽവേയുടെ ഭാഗത്തു നിന്നായാലും ബാക്കി എല്ലാ കാര്യങ്ങളും അവരെല്ലാം ടെൻഡർ എല്ലാം കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരടുത്തും പ്രത്യേകിച്ച് യാതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ്. ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ രാഷ്ട്രീയ ഇതും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് നടക്കണം. അതുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡ് അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് മാറ്റി ഇവിടുത്തെ ഗതാഗത കുരുക്കൾ മാറ്റണം. അല്ല, ഇത് ടെൻഡർ കൊടുത്തു എന്നുള്ളത് അറിഞ്ഞായിരുന്നു. അവര് പറഞ്ഞ് ബസ് വന്ന് അവർ റെഡിയാണ് കൊടുക്കാൻ. ഇവര് ബസ് ഇവര് പോകുന്നില്ല. അത് പോയി അപ്പൊ അതിന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്തിൽ പോയി തിരക്കുക. നിങ്ങൾ ചോദിക്കുക കൃത്യമായിട്ട് പറയും എന്തുകൊണ്ടാണെന്നുള്ളത്. അതായത് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു ഇതാണ് വെച്ചാൽ മീഡിയ ഇതിനകത്ത് ഇടപെടേണ്ടത് ഞങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണ്. കാര്യം മീഡിയ ഇതിനകത്തൊന്ന് ഇടപെട്ട് ഇവിടുത്തെ പഞ്ചായത്തിലായാലും പോലീസ് സ്റ്റേഷനിലായാലും ചെന്ന് എന്താണ് കാര്യമാണെന്നുള്ളത് തിരക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒരു ദിവസം മുമ്പേ ഒരു ദിവസം മാറ്റി കെട്ടി നമ്മൾ രക്ഷപ്പെട്ടു. കച്ചവടം ഇത് ഇടിച്ചു പൊളിച്ചതാണ്. ഇത് ബസ്സുകൾ ഇടിച്ചു പൊളിക്കുന്നതാണ്. ഓ, കച്ചവടം ആൾക്കാർ വന്നാലേ പറ്റും. കയറി ആൾക്ക് വരാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികൾ അതിൻ്റെ അപ്പുറം വിദ്യാർത്ഥികളും എല്ലാം നിങ്ങൾ രാവിലെ വൈകുന്നേരം വരണം ഇവിടുത്തെ തിരക്ക് കാണണമെങ്കിൽ. പക്ഷേ ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ നേരത്തെ പാലം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു സമരമുറ പ്രഖ്യാപിച്ച് ഞങ്ങളത് നേടിയെടുത്തു. അതേപോലെ ഇനി ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റി പഴയ സ്ഥലത്തോട്ട് ആക്കുന്നതിലേക്ക് വേണ്ടിയുള്ള സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ അതിലേക്ക് വേണ്ടി ഞങ്ങളെ ദയവ് ചെയ്ത് മുതിരതെന്ന് മാത്രമാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, ഈ ബസ് സ്റ്റാൻഡിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? കച്ചവടം കുറവാണ്. പാർക്കിംഗ് ഇല്ല കസ്റ്റമേഴ്സിന്. ബിസിനസ് ഡള്ളായിക്കൊണ്ടിരിക്കുകയാണല്ലേ? നല്ല ഡല്ല. പിന്നെ ഈ ക്രിസ്മസിൻ്റെ സീസണും കൂടെ വരുന്നിടത്ത് കുറച്ചും കൂടി മോശമാവും. ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ താൽക്കാലിക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ സ്ഥാപനം ഇട്ടിരിക്കുന്ന ഹോസ്പിറ്റലിലിരിക്കുന്ന ഡോക്ടർ സജി മാത്യു സാർ കൂടെയുണ്ട്. സാർ, ഈ താൽക്കാലിക ബസ് സ്റ്റാൻഡ് 3-4 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ ഇതുകൊണ്ട്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു പകുതിയോളം കുറഞ്ഞിരിക്കുകയാണ്.
ഒരുപാട് കാറുള്ള പേഷ്യൻസ് അവർക്ക് ഒരു ബൈക്ക് പോലും മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ. എൻ്റെ പകുതി പേഷ്യൻസും വിളിച്ച് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, സാറേ ഇത് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹോസ്പിറ്റലിനകത്ത് പാർക്ക് ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ സ്വാമിജി തിയേറ്ററിനകത്ത് പാർക്ക് ചെയ്യാം. അതിനകത്ത് സ്ഥലമില്ല. അങ്ങനെ ഒരുപാട് പേഷ്യൻസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എത്രയും വേഗം താഴെ ഇത് ശരിയായിട്ടും ഇവർ പഞ്ചായത്ത് ബോർഡ് വെച്ചിട്ട് പോലും ഇവർ മാറ്റുന്നില്ല. ഇപ്പം ഞാൻ ഇനി ചെയ്യാൻ പോണത് നാളെ മറ്റന്നാളെ എൻ്റെ കാർ ഇവിടെ കൂട്ടം കിടും. പക്ഷേ അവർ കൊണ്ട് ഉരച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് നഷ്ടം. മനസ്സിലായില്ലേ? അപ്പോൾ അത് അവരോട് പോയി എനിക്ക് വഴക്കുണ്ടാക്കാൻ എനിക്ക് ആവുകയില്ല. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും കൂടെ വിചാരിച്ചിതൊന്ന് താഴോട്ടാക്കി തരണം. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പൈസ എന്തോ ചെറിയ പ്രശ്നം വരുമായിരിക്കും. അലോട്ട് ചെയ്തു എന്നിട്ട് അവർ ചെയ്യുന്നില്ല. അത് ചോദിക്കാൻ ഇവിടുത്തെ പൗരന്മാരാരും തയ്യാറുമല്ല. അത് എന്തെങ്കിലും ചെയ്തു തരണം പ്ലീസ്. തീർച്ചയായിട്ടും ശരിക്കും ബാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് മരുന്ന് വാങ്ങിക്കാൻ വന്നവർക്ക് വണ്ടി നിർത്താൻ ഒരിടത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരു ബൈക്ക് കൊണ്ട് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ബസ്സുകാർ വന്നിട്ട് ഈ ബൈക്ക് എടുത്ത് മാറ്റാൻ അവർക്ക് ഉടനെ എടുത്താടി കൊടുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പിന്നീടുള്ളത് ഈ ഇവിടുത്തെ ചുറ്റുപാട് വളരെ മോശമായിട്ടിട്ടാണ്, വളരെ ഹൈജീനിക്ക് വളരെ മോശമായിട്ട് ഇട്ടേക്കുന്നത്. എലികളും അതും ഇതുമൊക്കെ കൂടുന്നതാണ്. ഓട അടച്ചിട്ടില്ല, അങ്ങനത്തെ കൊണ്ട് ഇവിടെ എൻ്റെ കടയുടെ മുമ്പേ തന്നെ ഒരു ഓട കിടക്കുകയാണ്. ഇതുവരെയൊക്കെ അവർ ഇട്ടിട്ടില്ല. അതുകൊണ്ട് എത്ര പേര് വീടെന്ന് അറിയില്ല അകത്തൂടെ. അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നാട്ടുകാർ വിളിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്നാണ്, അതൊരു ബിസിനസ്സുകാരും വിളിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്തത്. കാരണം ഒരു സ്ഥലം അലോട്ട് ചെയ്തിട്ട് പോലും അങ്ങോട്ട് ഈ ബസ് സ്റ്റാൻഡ് മാറ്റാതിരിക്കുന്നത് ഇവിടെ ഒരുപാട് ട്രാഫിക്കിൻ്റെ വിഷയം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപകടങ്ങൾ ഒരുപാട് കൂടുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ കൂടിയാണ്. ഇവിടെയാണ് താലൂക്ക് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട ഒരു രോഗിയുമായി ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കാരണം മതിയായ സമയത്ത് ആശുപത്രി എത്താൻ കഴിയുന്നില്ല എന്ന പരാതിയും ശക്തമാണ്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം സീത് മഹാരാജ് സൈനിങ് ഓഫ്.